ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ എത്രത്തോളം വലിയ രീതിയിൽ ഇതിനെ ആഹ്, കഥകൾ ഉണ്ടാക്കുകയും ഈ കഥകളൊക്കെ നമ്മുടെ സൈബർ ഇടങ്ങളിൽ പറന്നു നടക്കുകയും ചെയ്യുമെന്നുള്ളത്. അത്തരത്തിലുള്ള കഥകളാണ് ഇതിനെ തുടർന്നുമൊക്കെ ഉണ്ടാകുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമ്മാനുവൽ മക്രോണിനെ പോലും നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ട്രംപും പ്രഥമ വനിതയും തമ്മിലുള്ള ഹൃദ്യമായിട്ടുള്ള ആശയവിനിമയം, അവരുടെ നീണ്ട കൈകൊടുക്കലുകൾ, ഇത് ട്രംപ് പറഞ്ഞ വാക്കുകൾ കൂടി പുറത്തു വന്നപ്പോഴാണ് ഇതിന്റെ ഒരു വലിയ ആഘാതം ഉണ്ടാകുന്നത്. ഔദ്യോഗിക വേദിയിലേക്ക് സ്വീകരിക്കുന്നതിനിടെ ഇത്തരത്തിലൊക്കെ കാണിക്കാമോ എന്നുള്ള രീതിയിൽ സംസാരവും ഉയർന്നു വരുന്നുണ്ട്. ഫോട്ടോ സെഷന് വേണ്ടിയിട്ടാണ് ഇവര് ഒത്തുകൂടിയത്. എന്നാൽ പതിവ് നയതന്ത്ര മര്യാദകൾക്കും അപ്പുറം ട്രംപും ബ്രിജിത്തും തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള കെട്ടിപ്പിടുത്തവും യൂറോപ്യൻ ശൈലിയിലുള്ള ചുംബനവും ഒക്കെയാണ് മാധ്യമ ശ്രദ്ധ മുഴുവൻ കവർന്നത്. ഇതിപ്പോ ഇന്റർനാഷണൽ മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത്തരത്തിലുള്ള ഇക്കിളി കഥകളൊക്കെ കേൾക്കാനും അതൊക്കെ പുറത്തുവിടാനും ഏത് ഭാഷയിലുള്ള മാധ്യമങ്ങൾക്കോ ഇപ്പോഴത്തെ രീതിയിൽ ഒരു താല്പര്യമുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് റേറ്റിംഗ് കൂടണം എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുണ്ടാവുകയുള്ളൂ. നയതന്ത്ര വേദികളിലെ പതിവ് ശൈലികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ട്രംപ് ബ്രിജിത്തിന്റെ കൈകളിൽ പിടിച്ചു വലിക്കുന്ന രീതിയിലാണ് ഈ ഹസ്തദാനം കാണുന്നത്. പ്രശസ്ത ലിപ് റീഡർ ആയിട്ടുള്ള നിക്കോള ഹിക്ലിംഗ് ആണ് ഇരുവരും പരസ്പരം എന്താണ് സംസാരിച്ചത് എന്ന് പോലും ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. വേദിയിലേക്ക് എത്തിയ ഉടൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് ട്രംപ് ശക്തമായിട്ടുള്ള ഒരു ഹസ്തദാനം നൽകി. ഇന്നത്തെ രാത്രിക്കായിട്ട് ഞാൻ പൂർണ്ണ സജ്ജനാണ് എന്നാണ് മാക്രോണിനോട് ട്രംപ് പറഞ്ഞതെന്ന് ലിപ് റീഡിംഗ് വിദഗ്ധരൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷമാണ് മാക്രോണിനെ പാടെ അവഗണിച്ചുകൊണ്ട് ട്രംപ് തൊട്ടടുത്ത് നിന്ന് ബ്രിജിത്ത് മാക്രോണിലേക്ക് തിരിഞ്ഞത്. അപ്പോഴായിരുന്നു ഈ സ്വീറ്റ് ഹാർട്ട് വിളിയും ഒക്കെ ഉണ്ടായത്. ഇതിന് മറുപടിയായിട്ട് ഫ്രഞ്ച് വനിത ട്രംപിന് ജന്മദിനാശംസകളൊക്കെ നേരുകയും ചെയ്തിട്ടുണ്ട്. ട്രംപും ബ്രിജിത്തും തമ്മിലുള്ള ഈ അപ്രതീക്ഷിത ആത്മബന്ധവും സ്നേഹപ്രകടനവും ഒക്കെ വേദിയിൽ ഉണ്ടായിരുന്നവരെയും മാധ്യമ പ്രവർത്തകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. ഇരുവരുടെയും ശരീരഭാഷയെക്കുറിച്ച് ബോഡി ലാംഗ്വേജ് വിദഗ്ധയായിട്ടുള്ള ജൂഡി ജെയിംസ് ഇങ്ങനെയാണ് പറയുന്നത്. മാക്രോൺ ട്രംപിനോട് കൂടുതൽ സൗഹൃദം സ്ഥാപിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ട്രംപ് അത് അവഗണിച്ച് ബ്രിജിത്തിലേക്ക് നീങ്ങി. മാക്രോണിന് നടുവിൽ നിൽക്കാൻ പോലും ഇടം നൽകാതെ അതീവ താല്പര്യത്തോടു കൂടിയാണ് ട്രംപ് പ്രഥമ വനിതയെ ആലിംഗനം ചെയ്തത്. പലരും ട്രംപും ബ്രിജിത്തും തമ്മിലുള്ള കൈകൊടുക്കലിനെ ഒരു വടംവലിയോടാണ് ഉപമിച്ചത്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത ബ്രിജിത്തിന്റെ കൈകളിൽ നിന്ന് പിടിവിട്ടിരുന്നില്ല ട്രംപ്. വേദിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴും ട്രംപ് ബ്രിജിത്തിന്റെ കൈകളിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം അത്രയും ഫ്രഞ്ച് പ്രസിഡന്റ് മക്രോൺ നിസ്സഹായനായി പുഞ്ചിരിയോടുകൂടി ഇവർക്ക് പിന്നാലെ